ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഞാൻ ഇതിന് മുന്നേ ഒരു 2-3 ഷോർട്സും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം വ്യൂസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതിന് ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു ട്രാവൽ വ്ലോഗ് തന്നെ സ്റ്റാർട്ടാക്കണമെന്ന്. അപ്പോൾ ഒരുപാട് കാലത്തെ ഡ്രീമായിരുന്നു ഡേർഡിൽ ഡോർ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സന അവളുടെ ഹസ്ബൻഡും കൂട്ടിയിട്ട് നമ്മൾ ഡേർഡിൽ ഡോറിലോട്ട് പോയി. എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഡേർഡിൽ ഡോർ അങ്ങനെയാണ്, ഓരോ വ്ലോഗും ഓരോ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷെ എക്സ്പെക്റ്റേഷനിലും അപ്പുറമായിരുന്നു ആ ഒരു പ്ലേസ് എന്ന് പറയണത്. നമ്മൾ എല്ലാവരും പറയണ പോലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവുന്നു. അത് വളരെ ശരിയാണ്. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ മെമ്മറീസും ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യാൻ പറ്റണത്. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മുടെ ഒരേ വൈബ് തന്നെയാണെങ്കിൽ വേറെ തന്നെ രസമാണ്. പിന്നെ വേറെ എന്ത് വേണം ആ ട്രിപ്പ് ഒന്ന് കളറാവാൻ. പിന്നെ നമ്മുടെ ടോപ്പിൽ നിന്ന് ആ ജുറാസിക് കോസ്റ്റിൻ്റെ ആ വ്യൂ ഉണ്ടല്ലോ, അത് കണ്ടിട്ട് മോനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ണിന് കുളിർമേകും എന്നൊക്കെ പറയില്ലേ, അത് ഇതാണ് ആ സാധനം. പിന്നെ എൽഹാന് നല്ല വൈബിലാണ്. ഓൻ ഒറ്റക്ക് തന്നെ കളിക്കണമായിരുന്നു. പിക്കെടുക്കാനോ വീഡിയോ എടുക്കാനോ അവൻ കൂട്ടാക്കിയില്ല. പിന്നെ ഞാനും സനയും വേറെ വൈബിലായിരുന്നു. അടിപൊളിയായിരുന്നു. ഇതിൽ കോമഡി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പേര് പിക്കെടുക്കാൻ വന്നാലും നമ്മൾ മാറി കൊടുത്തില്ല കേട്ടോ, അതാണ് കോമഡി. സന പിന്നെ നല്ല ബീച്ച് വെയറൊക്കെ ഇട്ടിട്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ആ ഡേർഡിൽ ഡോറിലോട്ട് നോക്കിയിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ കാണാൻ. ഓള് നല്ല പോസൊക്കെ ആക്കി തന്ന് നല്ല വീഡിയോ ആണിത്. എൽഹാനും ഇക്കും സ്റ്റെപ്പ് കയറി തളർന്ന് റെസ്റ്റ് എടുക്കണമായിരുന്നു. ഞാൻ പകുതി എത്തിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പിക്കും വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നിട്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ലണ്ടൻ വിസിറ്റ് ചെയ്തായിരുന്നു, ചൈന ടൗണ്. പിന്നെ ഒരു ഗെയിം സ്റ്റേഷനിൽ കയറിയായിരുന്നു. നമ്മൾ എല്ലാവരും കൂടി ചുറ്റിനിരുന്നിട്ട് ഒരു തവള പോലത്തെ ഒരു ഗെയിം അടിപൊളിയായിരുന്നു. അതിൽ ഞാനാട്ടോ ജയിച്ചത്. ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായി. അവിടെ ചൈന ടൗൺ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അവിടെ വിസിറ്റ് ചെയ്തത് മറ്റേ മാംഗോ ഐസ്ക്രീം ഇല്ലേ, അത് കഴിക്കാനായിരുന്നു. പക്ഷേ ക്ലോസ് ആയിട്ടുണ്ടായി ഷോപ്പ്. എന്നിട്ട് നമ്മൾ എം&എമ്മിൽ കയറി കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ അടുത്ത വീഡിയോക്കായി വെയിറ്റ് ചെയ്യൂ. താങ്ക് യു.